ഇതേ ഒരു കുഞ്ഞൻ ചക്ക അരിഞ്ഞെടുത്തതാണ്. കുഞ്ഞു ചക്ക ഉണ്ടല്ലോ, അതിൻ്റെ മുള്ളെല്ലാം കളഞ്ഞിട്ട് നല്ലവണ്ണം കഴുകി അതിനതാ ഒന്ന് ഞാൻ അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് ഒന്ന് അവിച്ചെടുക്കട്ടെ. ഇതാ ഉപ്പൊക്കെ ഇട്ട് നല്ലവണ്ണം അവിച്ചെടുത്തിട്ടുണ്ട്. ഇതാ കണ്ടോ, നല്ല. ഇനി ഇതിന് ചതച്ചെടുക്കണം. അപ്പോൾ ഒന്നുകിൽ നമുക്ക് ഈ കുഞ്ഞ് ഇടികളുണ്ടല്ലോ അതിൻ്റെ കുഴവി വെച്ചിട്ട് ചതച്ചെടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ചോപ്പറിലിട്ടിട്ട് ഒന്ന് വലിച്ച് നോക്കാമേ. ഞാൻ ചോപ്പറിലിട്ട് ഒന്ന് ചോപ്പ് ചെയ്ത് എടുക്കാൻ പോവുകയാണേ. ഇതാ ഒന്ന് ഞാൻ ചോപ്പറിലിട്ടിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കട്ടെ. ഇതാ ഇതൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഒരു പാത്രത്തിലോട്ട് തട്ടി കാണിച്ചു തരാമേ. ഇതാ നോക്കിക്കേ, നല്ലവണ്ണം ചോപ്പ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ കടുക് താളിച്ച് ഒന്ന് തോരത്തിനോട്ട് ഇടാവേ. ഇതാ കടുക് താളിക്കാനായിട്ട് ഒരല്പം വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് ഇതാ ഇച്ചിരി കടുക് ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് പൊട്ടി വരട്ടെ. ഇതാ കടുകൊക്കെ ഏകദേശം പൊട്ടി. 2 കറിവേപ്പിലയും കൂടെ ഒന്നിച്ചിട്ട് നമ്മൾ ചതച്ച് വെച്ചിരുന്ന ഈ ചക്ക ഇതിലോട്ടൊന്ന് തട്ടുവാണേ. ഇതൊന്ന് ഇളക്കിയിട്ടിട്ട് ഒരു 5 മിനിറ്റ് വേണ്ട, ഒരു 3-4 മിനിറ്റ് ഒന്ന് ഈ എണ്ണയിൽ കിടന്ന് ഒന്ന് നല്ലവണ്ണം ഒന്ന് മൂത്ത് വരട്ടെ. അത് ചീനിച്ചട്ടിയിൽ കിടന്ന് റെഡിയായി വരുന്ന സമയം നമുക്ക് അതിനൊരു കൂട്ടുണ്ടാക്കാവേ. അതിന് വേണ്ടിയിട്ട് 1 മുറി തേങ്ങ, അല്പം മഞ്ഞൾപ്പൊടി, അല്പം മുളക് പൊടി, കുറച്ച് ജീരകം, ഒരല്ലി വെളുത്തുള്ളി, ഇത്രയും എടുത്തിട്ടുണ്ട്. ജീരകം വേണ്ട എന്നുണ്ടെങ്കിൽ മസാല ചേർത്താൽ പെരുംജീരകം ചേർത്താൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കുമേ ഇതിന്. അപ്പോൾ ഞാൻ ജീരകമാണ് ചേർക്കുന്നത്. പെരുംജീരകം ഉള്ളവർക്ക് അത് ചേർക്കാം. ഓക്കെ, അപ്പോൾ ഞാനിതൊന്ന് ഈ കൂട്ടൊന്ന് അരച്ച് കൊണ്ടുവരട്ടെ. ഇതാ അരപ്പൊക്കെ നല്ലവണ്ണം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതാ ഇതിലോട്ടൊന്ന് തട്ടാനായിട്ട് പോവുകയാണ്. ഇതാ അരപ്പൊക്കെ ഇട്ട് ഇനി ഞാൻ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. ഈ അരപ്പെല്ലാം ഇതിനോട് ചേർത്ത് ഒന്ന് എടുക്കട്ടെ. അപ്പം നമുക്ക് തോരനൊക്കെ റെഡിയായോ നോക്കാൻ പോകാമോ? ഇതാ കണ്ടോ, അടിപൊളിയായിട്ട് നമ്മുടെ തോരനൊക്കെ ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഇതൊന്ന് പാത്രത്തിലോട്ടൊന്ന് മാറ്റട്ടെ. ഇതാ അങ്ങനെ നമ്മുടെ തോരനെല്ലാം അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഇറച്ചിത്തോരന് വെല്ലുന്ന പൊടിച്ചക്കത്തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എവിടുന്നെങ്കിലും പൊടിച്ചക്ക കിട്ടുവാണെങ്കിൽ ഈ രീതിയിലൊന്ന് നിങ്ങൾ തോരൻ വെച്ച് നോക്കണം കേട്ടോ. ഓക്കെ, ബൈ.